ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വൃത്തം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഇപ്പം ഞാൻ സമവൃത്തങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് മറ്റേ കേട്ട എക്സാമിന് ആവശ്യമുള്ള വൃത്തങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഉള്ളത് ഇന്ദ്രവജ്ര എന്ന വൃത്തമാണ്. ഇന്ദ്രവജ്ര അത് സമവൃത്തമാണ്. ഇന്ദ്രവജ്ര ആയിക്കോളൂ. ഇന്ദ്രവജ്ര ലക്ഷണം നല്ലോണം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ദ്രവജ്രയുടെ ഈ ഇന്ദ്രവജ്രയിൽ 11 അക്ഷരങ്ങളാണ് സാധാരണ വരുന്നത്. ഉദാഹരണത്തിൽ 11 അക്ഷരം കാണും. കഴിഞ്ഞ നമ്മൾ അനുഷ്ഠിച്ചപ്പോൾ 8 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലക്ഷണം നോക്കിക്കോളൂ. സ്യാദിന്ദ്രവജ്ര എദിതൗ ജഗൗ ഗഹ. സ്യാദ് ഇന്ദ്രവജ്ര. ഇന്ദ്രവജ്ര ഇന്ദ്രവജ്ര ആകുന്നത് എന്തോ? എദിതൗ. തൗ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് തൗ? തൗ 2 തഗണം. അതാണ് ത. ഒരു ത പിന്നെ ഒരു ത, അതാണ് തൗ. പിന്നെ ജഗണഹ. ജഗണഹ. പിന്നെ ഗൗ. ഗൗ എന്ന് പറഞ്ഞാൽ 2 ഗുരു. അപ്പോൾ 2 ഗുരു ഇതും വരും. ഇങ്ങനെ വരുന്നതാണ് ഇന്ദ്രവജ്ര. അപ്പോൾ എതി തൗ ജഗൗ ഗഹ. അപ്പോൾ ഈ ശ്ലോകം, നമുക്കൊരു ശ്ലോകമുണ്ട്. ശ്ലോകം നോക്കിക്കഴിയുമ്പോൾ അറിയാം ഇതെല്ലാം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഗണം തിരിക്കണം. എത്ര അക്ഷരം വെച്ച്? 3 അക്ഷരം വെച്ച്. നോക്കിക്കോളൂ. ഇവിടെ ആദ്യം വായിക്കാം. ആമേഖലം സഞ്ചരതാം ധനാനാം ഛായാമഥ സാനുഗതാഹ നിഷേവ്യ ഉദ്വേജിതാഹ വൃഷ്ടിഭിരാശ്രയന്തേ ശൃംഗാണി യസ്യാതപവന്തി സിദ്ധാഹ. അപ്പോൾ ഇത് നോക്കിക്കോളൂ. എത്ര ആദ്യം 11 അക്ഷരം ഉണ്ടോ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. ഇത് അക്ഷരമല്ല. അപ്പം 11 ഉണ്ട്. അതുപോലെ 4ലും 11 കാണും. ഒന്ന് ഗണം തിരിക്കാം. 1 2 3 അക്ഷരം വെച്ച് ഗണം തിരിക്കുകയാണ്. 1 2 3 1 2 3. ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഗണം തിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ അറിയാം. ആ എന്ന് പറയുന്നത് എന്താണ്? ദീർഘമാണ്. അതുകൊണ്ട് ഗുരു. മേയും ദീർഘമാണ്. ഗുരു. ഖ എന്താണ്? ലഘുവാണ്, ഹ്രസ്വമാണ്. ഇനി ലം എന്ന് പറയുമ്പോൾ അമ്മ അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അത് ഗുരു. ഗുരു. സ ലഘുവാണ്. പക്ഷേ ഇഞ്ച എന്ന് പറഞ്ഞൊരു കൂട്ടക്ഷരം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സ എന്തായി മാറും? അതും ഗുരുവായി. പിന്നെ ഇഞ്ച ലഘു. ര എന്ന് പറയുന്നത് ലഘുവാണ്. ലഘു. താം എന്നുള്ളത് ഗുരു. ഗുരു. ഥ ലഘു. ഇനി നാ എന്നുള്ള ഗുരുവാണ്. അപ്പം ഗുരു. നാം അതും ഗുരു. അപ്പോൾ ഇനി നമുക്ക് വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ നമുക്ക് അന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. യരദ ഭജസ മന ശ്രദ്ധിക്കണം. യരദ ഭജസ മനയാണ് നോക്കേണ്ടുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. ആദ്യം വന്നിരിക്കുന്ന ആദ്യം 2 ഗുരു ഒരു ലഘു. അപ്പോൾ അന്ത്യഗുരു അല്ലേ? അന്ത്യലഘു അല്ലേ? അന്ത്യലഘു ഇതിലേതാ വരുന്നത്? അന്ത്യലഘു തഗണം. അപ്പോൾ താന്ന് ഇവിടെ എഴുതി. ത. അടുത്തത് അന്ത്യ ലഘുവാണ്. അവിടെയും താ വന്നു. ത. ഇനി അടുത്തത് മധ്യഗുരു. ഇതിൽ മധ്യഗുരു എവിടെ വരുന്നു? ജായാണ്. അപ്പം ജായ എഴുതി. അടുത്ത 2 ഗു വന്നു. അപ്പോൾ അവിടെ 2 ഗുവും വന്നു. ഇതുപോലെയാണ് എല്ലാത്തിലും വരുന്നത്. ഇതുപോലെ എല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ബാക്കി ഇത് മാത്രം ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. തഗണം ഒന്നില്ലേ? താ. വീണ്ടും താ. ജാ. 2 ഗുരുവും വന്നു. അപ്പോൾ ഈ രീതിയിൽ വന്നിരിക്കുന്നു. അപ്പം അസ്മിൻ ശ്ലോകേ എന്തൊക്കെ വന്നു? തൗ ദ്വൗ തഗണൗ. ദ്വൗ തഗണൗ. ജഗണഹ. ദൗ ഗുരു. ദൗ ഗുരൗ. ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം? അത്ര ഇന്ദ്രവജ്ര നാമ വൃത്തം. ഇതാണ്. അപ്പോൾ ഇതുപോലെ മറ്റൊന്ന് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു യരദ ഭജസമന ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഇനി അടുത്തത് ഉപേന്ദ്രവജ്രയാണ്. ഇന്ദ്രവജ്ര കഴിഞ്ഞു. ഉപേന്ദ്രവജ്ര ഇന്ദ്രവജ്ര പോലെ തന്നെ 11 അക്ഷരമാണ്. മറ്റേ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം തന്നില്ലേ ഇന്ദ്രവജ്രയ്ക്ക്? അത് കുമാരസംഭവത്തിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇത് ഉപേന്ദ്രവജ്ര എന്താണെന്ന് നോക്കാം. ഇതും സമവൃത്തമാണ്. ഉപേന്ദ്രവജ്ര
ജതജാസ്തതോ ഗൗ. ഉപേന്ദ്രവജ്ര ജതജാസ്തതോ ഗൗ. ജതജ എന്ന് പറയുമ്പോൾ ജ ജ, പിന്നെയോ ത ജത, പിന്നെ ജ തതഹ, ശേഷം ഗൗ എന്ന് പറയുമ്പോൾ രണ്ട് ഗുരു വരും. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ 11 അക്ഷരമുണ്ടോ എന്ന് ആദ്യം നോക്കാം. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ഇനി നമുക്കിത് വായിച്ച് നോക്കാം. ഉദാഹരണമാണ്. ജിതോ ജഗത്യേഷഭവഭ്രമസ്ഥൈഃ ഗുരൂദിതം യേ ഗിരിശം സ്മരന്തി ഉപാസ്യമാനം കമലാസനാദ്യൈഃ ഉപേന്ദ്രവജ്രായുധവാരിനാഥൈഃ. ഇനി നമുക്ക് ഇത് തിരിക്കാം. 3 അക്ഷരം വെച്ച് തിരിക്കാം. 1 2 3, 1 2 3, 1 2 3. ഇനി ജി എന്താണ്? ലഘുവാണ്. ലഘു. ഇത് തോ എന്ന് പറയുമ്പോൾ ഗുരു ജ ലഘു. ഇനി ഗ എന്ന് പറഞ്ഞാൽ ലഘുവാണ്. പക്ഷേ എന്താണ് അവിടെ പിന്നെ അപ്പുറത്ത് എന്തെന്നിരിക്കുന്നൊരു കൂട്ടശ്രേണിക്കും. അപ്പോൾ ഇത് ഗുരുവാകും. അടുത്തത് ഗത്യേ, അത് ഗുരുവാണ്. ഷ ലഘു. നിഭ ലഘു. വ ലഘുവാണ്. പക്ഷെ ഇവിടെ എന്തോന്നിരിക്കുന്നു? ഇവിടെ ഒരു കൂട്ടശ്രം ഇരിക്കുന്നുണ്ട്. ഇതെന്തായി മാറും? ഇത് ഗുരുവാകും. ഇത് ലഘു. ഇനി മ ത, ഇവിടെ കൂട്ടശ്രം ഇരിക്കുന്നുണ്ട്. ഈ മാ എന്തായി? ഗുരുവായി. ഇനി ഇതെന്തായാലും ഗുരു തന്നെ, സ്ഥൈഹി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ ഇത് എന്തെന്നാണ്? മധ്യ ഗുരു അല്ലേ വരുന്നത്? മധ്യ ഗുരു ഏതില? ഇത് ജഗണം. അപ്പം ജഗണം വന്നില്ലേ? ജ. അടുത്തത് അന്ത്യലഘു. അന്ത്യലഘു ഏതാണ്? തഗണം വന്നില്ലേ? ത. ഇനി വീണ്ടും മധ്യ ഗുരുവാണ്. മധ്യഗുരു ജഗണം. ഇനി 2 ഗുരുവും വന്നു. അപ്പോൾ ഇതനുസരിച്ച് വന്നിട്ടില്ലേ? ഇതനുസരിച്ച് വന്നിട്ടുണ്ട്. ജഗണം തഗണം ജഗണം 2 ഗുരു. അപ്പോൾ ഇന്ദ്രവജ്ര എന്ന് പറയുമ്പോൾ ജഗണഃ തഗണഃ ജഗണഃ ഗൗഗുരു അങ്ങനെ 2 വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇത് ഉപേന്ദ്രവജ്ര. മനസ്സിലായി? ഇനി അടുത്ത ഒരു വൃത്തമാണ്. അതായത് ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര. അടുത്ത അതിൻ്റെ കൂടെ ചേർന്നുള്ളതാണ് ഉപജാതി എന്നുള്ളത്. ഉപജാതി അതും എന്താണ്? ഒരു സമവൃത്തമാണ്. അതിൻ്റെ ലക്ഷണം നോക്കാം. അനന്തരോദീരിത ലക്ഷ്മഭാജ പാദൗ യദീയ ഉപജാതയസ്തഥാ. ഇവിടെ ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഒരു ശ്ലോകത്തിൽ ഒരു പാദത്തിൽ ഇന്ദ്രവജ്രയും വേറൊരു പാദത്തിൽ ഉപേന്ദ്രവജ്രയും വരികയാണെങ്കിൽ അതാണ് ഉപജാതി എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. അതിൻ്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരോതോയ നിധീവ ഗാഹ്യ പൂർവാപരോതോയ നിധീവ ഗാഹ്യ സ്ഥിത പൃഥ്വിയാ ഇവ മാനദണ്ഡ. ഇത് കുമാരസംഭവത്തിലെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു 11 അക്ഷരം ഉണ്ടോ നോക്കണം അല്ലേ? 1 2 3 4 5 6 7 8 9 10 11 ഉണ്ട്. അപ്പോൾ അതിലും കാണും. അപ്പോൾ നമുക്കിത് ഞാൻ ഒന്ന് മാത്രം തിരിച്ചാൽ പറ്റില്ല. കാരണം മാറി വരും. ഒന്നിൽ ഇന്ദ്രവജ്രയായിരിക്കും, ചിലപ്പോൾ മറ്റതിൽ ഉപേന്ദ്രവജ്രയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നോ എന്ന് നോക്കാം. ആദ്യം തിരിക്കാം. നമുക്ക് 3 അക്ഷരം ആകുമ്പോഴത്തേക്ക് 1 2 3 യുക്ത 1 2 1 2 3. അടുത്തത് 1 2 3 2 1 2 3 1 2 1 2 1 2 3. ഇത്ര നോക്കിയാൽ മതി. ബാക്കി എവിടെയെങ്കിലും വരും. അപ്പം നോക്കിക്കോളൂ. ഇനി ഗണം തിരിക്കാം. ആ എന്ന് പറയുന്നത് ലഘുവാണ്. പക്ഷേ ഇവിടെ കൂട്ടശ്വരിക്കുന്നുണ്ട്. ഇത് ഗുരുവായി. ഇവിടെ ഇത് കൂട്ടശ്വരമായതുകൊണ്ട് ഇത് എന്തായാലും ഗുരുവാകും. ഇത് ലഘു. ഇനി
ലഘുവാണ്, പക്ഷേ കൂട്ടശ്ര ഇപ്പുറത്തേക്കുന്നു, അതുകൊണ്ട് ഗുരുവായി. ശ്യാം ഗുരുവാണ്, ദി ലഘു. ഷി ലഘു, ദേ ഗുരു, വ ലഘു. താ ഗുരു, മാ ഗുരു, രണ്ട് ഗുരു. ഇനി അടുത്തത് ഹി. ഹി ലഘുവാണ്, മാ ഗുരു, ല ലഘു. യോ ഗുരു, നാ ഗുരു, മാ ലഘു. ന ഗുരു ലഘു, ഗാ ഗുരു, ധി ലഘു. രാ ഗുരു, ജഹ ഗുരു. പൂർവ പൂ ഗുരു, വാ ഗുരു, പ ലഘു. രൗ ഗുരു, തോ ഗുരു, യ ലഘു. നി ലഘു, ധീ ഗുരു, വ ലഘു. ഗാ ഗുരു, ഗുരു. ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് ഗണം നോക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് വരുന്നു? അന്ത്യലഘു ആകുമ്പോഴത്തേക്ക് എന്താണ്? അന്ത്യലഘു എന്താണ്? തഗണമല്ലേ? അപ്പം ത. ഇവിടെ അന്ത്യലഘു ത. ഇവിടെ എന്താണ്? മധ്യഗുരു. മധ്യഗുരു വരുന്നത് ജഗണമാണ്. പിന്നെ ഇവിടെ ഗുരു. അപ്പൊ ആദ്യത്തിൽ എന്ത് വന്നു? ഇന്ദ്രവജ്ര വന്നില്ലേ? സ്യാദ് ഇന്ദ്രവജ്ര യതി തൗ ജഗൗ ഗഹ. തഗണം തഗണം ജഗണം, രണ്ട് ഗുരു. അപ്പൊ ഇവിടെ ഇന്ദ്രവജ്ര വന്നു. ഇവിടെ ഇന്ദ്രവജ്രയാണ്. ഇന്ദ്രവജ്ര. ഇനി അടുത്തത് ഇവിടെ എന്ത് വന്നു? ഇവിടെ മധ്യ ഗുരു ആവുമ്പോഴത്തേക്ക് എന്താണ്? ജഗണം. അന്ത്യ ലഘു ആവുമ്പോൾ തഗണം. മധ്യ ഗുരു, ജഗണം, രണ്ട് ഗുരു. ഇവിടെ എന്ത് വന്നു? ജഗജാസ്തദൗ. എന്താണ് അവിടെ? ഉപേന്ദ്രവജ്ര. അപ്പൊ ഇവിടെ ഉപേന്ദ്രവജ്രയും വന്നു. ഉപേന്ദ്രവജ്ര. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കിട്ടും. അപ്പോൾ രണ്ടെണ്ണം കിട്ടിയല്ലോ ഓൾറെഡി. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാദത്തിൽ ഇന്ദ്രവജ്രയും മറ്റേ പാദത്തിൽ ഉപേന്ദ്രവജ്രയും വന്നുകൊണ്ട് ഉപേന്ദ്രവജ്ര എന്ന വൃത്തം മനസ്സിലായില്ലേ? മറ്റേ ഈ പിന്നെ ഇതിൻ്റെയൊക്കെ ചിലപ്പം ചോദിക്കുകയുള്ളൂ. പിന്നെ തദൗ ജഗൗ ഗഹ എന്തോന്നാണ്, ഏത് വൃത്തമാണ്, അങ്ങനെ ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ലക്ഷണം വലിയ കാഠിന്യമുള്ള ലക്ഷണമൊന്നും അങ്ങനെ പഠിക്കണ്ട. ബാക്കിയുള്ളതൊക്കെ ഒന്നൊന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു ഇത് എക്സാമിന് ചോദിക്കുന്ന മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അല്ലാതെ എല്ലാം ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.